മറ്റു വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ഇന്നലെയാണ് ബീഹാറിൽ മാത്രമല്ല കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധനയുമായി മുന്നോട്ട് പോവുകയാണെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂചന നൽകിയിട്ടുള്ളത്. വോട്ടർ പട്ടികയിൽ തീവ്ര പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ് എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയാണ്. സെപ്റ്റംബർ 30-നകം അതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തീകരിക്കാനാണ് സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, ബീഹാറിലെ SIR-മായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രാജ്യവ്യാപകമായി നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഹർജികളടക്കം സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് ഇങ്ങനെയൊരു നടപടിയുമായി കമ്മീഷൻ മുന്നോട്ട് പോകുന്നത് എന്നാണ്. ഇനി എങ്ങനെയാകും തുടർ നീക്കങ്ങൾ എന്ന് നോക്കാം. ഡൽഹിയിൽ നിന്ന് D. ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, ഗുഡ് മോർണിംഗ്. വലിയ വിമർശനം ബീഹാറിലെ SIR-നെതിരെ തന്നെ രാജ്യവ്യാപകമായി നടക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിലും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഈ തീവ്ര പരിശോധന വ്യാപകമാക്കാനുള്ള നീക്കങ്ങളാണോ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമാക്കുന്നത്? ദിവ്യ പറഞ്ഞതുപോലെ തന്നെ SIR-നെതിരായിട്ടുള്ള പ്രതിഷേധം ബീഹാറിൽ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലേക്കും ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് പ്രതിഷേധം ശക്തമായിരിക്കുന്നത് ഒരു ഭാഗത്ത്. മറുഭാഗത്താണെങ്കിൽ ഇതിനെതിരായിട്ടുള്ള ഒരു കൂട്ടം ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വാദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അന്തിമ ഉത്തരവ് ഇപ്പോഴും വന്നിട്ടില്ല. 15-ാം തീയതി വീണ്ടും ഈ കേസ് സുപ്രീം കോടതിയിൽ പരിഗണിക്കാനിരിക്കെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നിർദ്ദേശം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതായത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഏക പരിഹാര മാർഗം എന്ന രീതിയിൽ തീവ്ര പരിശോധനയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബീഹാർ ആദ്യഘട്ടത്തിൽ നടത്തി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കുന്നത് ബീഹാർ ഇപ്പോൾ 30-ാം തീയതി ആയിരിക്കും എന്നുള്ള ഒരു വിവരം കൂടി പുതുതായി പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ ഇനി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളായ അസം, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ കൂടി തീവ്ര പരിശോധന നടത്താൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകൾ തുടങ്ങാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ തയ്യാറെടുപ്പുകൾ ഈ മാസം 30-ന് തന്നെ ചെയ്തിരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്ക് നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ ഈ ഒക്ടോബർ മാസത്തിൽ അടുത്ത മാസം മുതൽ ഇതുമായി ബന്ധപ്പെട്ട തീവ്ര പരിശോധനയ്ക്കുള്ള ഒരു ഫോം വിതരണം നടത്തണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അന്തിമ വോട്ടർ പട്ടിക 30 ജനുവരി മാസത്തിൽ നടത്താനാണ് ഏകദേശ ധാരണയായിരിക്കുന്നത്. കാരണം ഒരു ജനുവരി ഒരു ഫെബ്രുവരി മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഒരു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട തിരക്കുകളായിരിക്കും, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായിരിക്കും ഉണ്ടാകുന്നത്. അതിനു മുമ്പ് തന്നെ തീവ്ര പരിശോധന നടത്തി വോട്ടർ പട്ടികയിൽ ആവർത്തനമുണ്ടാകുന്ന ആൾക്കാർ, മരിച്ചുപോയ ആൾക്കാർ എന്നിവരെ ഒഴിവാക്കാൻ എന്ന പേരിൽ തന്നെയാണ് നടത്തണമെങ്കിൽ പോലും ഇതിനുവേണ്ടി സമർപ്പിക്കുന്ന രേഖകളുടെ കാര്യത്തിൽ മാത്രമായിരുന്നു നേരത്തെ അനിശ്ചിതത്വമുണ്ടായിരുന്നത്. 1987 ജൂലൈ 1-ന് ശേഷം ജനിച്ചവർ അവരുടെ മാതാപിതാക്കളുടെ ജനന സർട്ടിഫിക്കറ്റ് അടക്കം ഹാജരാക്കണം എന്നുള്ള ഒരു വിവാദ നിർദ്ദേശമാണ് ബീഹാറിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് ഇടയാക്കിയത്. ഇതിനോടൊപ്പം തന്നെ 11 രേഖകളായിരുന്നു ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നത്. അതിനോടൊപ്പം ആധാർ കാർഡ് കൂടി ഈ രേഖയായി പരിഗണിക്കണം എന്നുള്ളൊരു കാര്യം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി കേരളം ഉൾപ്പെടെയുള്ളവ നടത്തി കഴിയുമ്പോൾ ഈ 11 രേഖകളാണോ 12 രേഖകളാണോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനമായിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം ഈ മാസം 30-നകം തീർപ്പാക്കണം എന്നുള്ളൊരു കാര്യമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് എതിർപ്പിനിടയിലാണല്ലോ SIR രാജ്യവ്യാപകമാക്കാൻ തീരുമാനിക്കുന്നത്, അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. ഇതിനോട് എങ്ങനെയാകും പ്രതിപക്ഷം ഭരിക്കുന്നത് BJP ഇതര സംസ്ഥാനങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം വരാൻ പോകുന്നത്? ഈ വോട്ട് ചോരി ഉൾപ്പെടെ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ തീവ്ര പരിശോധനയ്ക്കെതിരെ വ്യാപകമായ തരത്തിൽ തന്നെയാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുന്നത്. കാരണം പ്രതിപക്ഷം നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ 2002-ലായിരുന്നു കേരളം ഏറ്റവും ഒടുവിൽ തീവ്ര പരിശോധന നടത്തിയത് എന്നുള്ളൊരു കാര്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. മാത്രമല്ല ഇത് കാലാകാലങ്ങളായി എല്ലാ വർഷവും ഇത്തരത്തിലുള്ള വോട്ട് ഈ ശുദ്ധീകരണം നടക്കുകയും സ്ഥലം മാറിപ്പോയവർ, വീട് മാറിപ്പോയവർ അല്ലെങ്കിൽ മരിച്ചുപോയവർ തുടങ്ങിയവരെ നീക്കം ചെയ്യുകയും പുതിയ ആളുകളെ 18 വയസ്സ് കഴിഞ്ഞവരെ ഉൾപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊരു നിരന്തര പ്രക്രിയയായി തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്, ഓരോ വർഷവും ചെയ്യുന്നതാണ്. അങ്ങനെ ജനങ്ങൾ അറിയാതെ തന്നെ ഇതിനകത്ത് അവർ പങ്കെടുക്കുകയാണ് ചെയ്തത്, വോട്ടർമാർ അറിയാതെ തന്നെ ഇതിനകത്ത് പങ്കെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ കൃത്യമായ രേഖകൾ വെച്ച് ഇന്ന ദിവസത്തിനുള്ളിൽ, ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1.5 മാസത്തിനുള്ളിൽ ഇത് സമർപ്പിച്ചിരിക്കണം എന്ന് പറയുമ്പോഴാണ് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ജോലിക്കായി മറുനാടിലേക്ക് ജോലി തേടി പോയ ആളുകളാണ് കൂടുതലുമുള്ളവർ. അവർക്ക്
കൃത്യമായി ഹാജരാക്കാനോ രേഖകൾ ഹാജരാക്കാനോ അല്ലെങ്കിൽ താൻ ഇവിടെ വോട്ടറാണ് എന്ന് കൃത്യമായി ഈ സമയത്ത് സ്ഥാപിക്കാനോ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. ബീഹാറിലും ഇതുപോലെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു പ്രശ്നമുണ്ടായിരുന്നുവെന്നാണ് കൂടുതൽ പേർ വോട്ടിംഗ് പട്ടികയിൽ നിന്ന് പുറത്തായത്. ആ തരത്തിലുള്ള ഒരു പ്രശ്നം തന്നെ കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാരണം എന്തായാലും വോട്ടുകൾക്കെതിരെ തീവ്ര പരിശോധനയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴും അതുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ്. ബീഹാറിൽ മാത്രമല്ല രാജ്യവ്യാപകമായി SIR നടപ്പാക്കാനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.